യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതായ ദൈവവചനം ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 17 വചനം. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തിൽ നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ആയിരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീണ്ട കാത്തിരിപ്പിന് ശേഷം അബ്രഹാമിന് തൻ്റെ 100ാമത്തെ വയസ്സിൽ ഒരു മകൻ ജനിച്ചു. ദൈവത്തിൻ്റെ പദ്ധതി ദൈവം ഉദ്ദേശിച്ച സമയത്ത് തന്നെ നടത്തും എന്നതിന് ഒരു വലിയ തെളിവാണിത്. തനിക്ക് ജനിച്ച മകന് അബ്രഹാം ദൈവം കൽപ്പിച്ച പോലെ ഇസഹാക്ക് എന്ന് പേര് നൽകി. ഹാഗാറിൻ്റെ സന്തതിയായ ഇസ്മായേൽ ഇസഹാക്കിനെ പരിഹസിക്കുവാനും ഉപദ്രവിക്കുവാനും തുടങ്ങിയതുകൊണ്ട് സാറായിയുടെ ആവശ്യപ്രകാരം അബ്രഹാം ഹാഗാറിനെയും മകനെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. ഇതിനെ ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിലുള്ള പോരാട്ടത്തോട് അപ്പോസ്തലനായ പൗലോസ് താരതമ്യം ചെയ്ത് വ്യാഖ്യാനിക്കുന്നത് ഗലാത്യർക്കെഴുതിയ ലേഖനം 5 അധ്യായം 17 വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രഹാമിന്റെ പ്രവൃത്തി മാനുഷിക ബുദ്ധിക്ക് ക്രൂരമായി പോയി എന്ന് തോന്നാം. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ മാറായെ മധുരമാക്കുന്ന തെറ്റുപറ്റാത്ത ഒരു അദൃശ്യകരം ചലിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർക്ക് ആത്യന്തിക നന്മയും സ്വസ്ഥതയും അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഹാഗാറിനെയും ഇസ്മായേലിനെയും പറഞ്ഞയച്ചപ്പോൾ പരിമിതമായ വിഭവങ്ങളുള്ള വിജനമായ മരുഭൂമിയെ അവർ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ദൈവം അവരുടെ ദുരിതം കാണുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്തു എന്ന് ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹാഗറിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയം നുറുങ്ങുന്ന തീവ്ര വേദനയുടെ അനുഭവത്തിലായിരുന്നു. എന്നാൽ സർവജ്ഞാനിയായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഹാഗർ കരുതിയപ്പോൾ ഒരു നീരുറവ കാണുവാൻ ദൈവം അവളുടെ കണ്ണ് തുറന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 19 വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രതിസന്ധികളിൽ നമ്മെ കരുതുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അർഹതപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു അനുഭവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു അവകാശം പോലും ലഭിക്കാതെ ജീവിതത്തിൽ ഒഴിവാക്കപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിലെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തെ കേൾക്കുവാനും വിധേയപ്പെടുവാനുമുള്ള മനസ്സുണ്ടാകണം എന്നുള്ളത് മാത്രം. തലമുറയെക്കുറിച്ച് കരുതലുള്ള ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹാഗാറിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് ഒരു നീരുറവയാണ്. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ദൈവം സാധ്യതകളെ നമുക്ക് തുറന്നു തരുന്നു. ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങളിൽ നിലവിളിച്ച് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവശക്തനായ ദൈവം കൃപ നൽകി നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.